ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകമായ വിചിന്തനത്തിന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. തിരുവചനത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നൊയമ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള സവിശേഷ മനോഭാവം എന്തായിരിക്കണം എന്നാണ് വചനം പറഞ്ഞു വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ വളരെ വ്യക്തമായി തമ്പുരാൻ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, കപടനാട്യക്കാരെ പോലെ നമ്മൾ ആകരുത് എന്നുള്ളത്. എന്താണ് അവരുടെ പ്രത്യേകമായ സ്വഭാവം? അവരെപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാവരുടെ മുൻപിൽ വളരെ വലുതായി കാണിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു കൂട്ടരായിരുന്നു അവർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രൈസ്തവ യോജിതമായ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആരെയും കാണിക്കാൻ വേണ്ടി ആകരുത് എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഞാനും എൻ്റെ ദൈവവും മാത്രമായിരിക്കുന്ന ആ ഒരു ഇടത്തിലായിരിക്കണം ഞാൻ തമ്പുരാൻ്റെ സന്നിധിയിൽ ഹൃദയം തുറക്കേണ്ടത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വളരെ താല്പര്യത്തോടെ ദേവാലയങ്ങളിൽ പോകും, പ്രാർത്ഥനകളിൽ സംബന്ധിക്കും, മറ്റ് ഭക്ത അഭ്യാസങ്ങളിലൂടെയൊക്കെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരുമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്തിന് എന്നുള്ള ഒരു പോയിൻ്റാണ്. എന്തിന്? ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉപവസിക്കും, ഞാൻ ധ്യാനിക്കും, ഞാൻ എൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിൽ ദേവാലയത്തിൽ അനേക സമയമായിരിക്കും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എന്തിന് ചെയ്യുന്നു? എൻ്റെ പ്രവർത്തനം ഞാൻ ഇതൊക്കെ ചെയ്യുന്നെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? അതല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. തമ്പുരാനെ നോക്കി ഓടേണ്ടവരാണ് നമ്മൾ. ഈ ഒരു യാത്രയിൽ നമ്മുടെ ലക്ഷ്യം അങ്ങും ഇങ്ങും മാറിപ്പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ആരുടെയും പക്കൽ നമ്മുടെ ലക്ഷ്യത്തെ അടിയറവ് വയ്ക്കാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒന്നിനും വേണ്ടിയല്ലാതെ ദൈവത്തെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ, ഒന്നിനും വേണ്ടിയല്ലാതെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഒരു ദിവസത്തെ വിചിന്തനത്തിനായി ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് നൽകുന്നത് എൻ്റെ പ്രവർത്തനം എപ്രകാരമാണ് എന്നുള്ളതാണ്. എൻ്റെ പ്രവർത്തനം എപ്രകാരമാണ്? ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന ഒരു പ്രക്രിയയായി എൻ്റെ ഉപവാസം മാറുന്നുണ്ടോ? ആരെങ്കിലും കാണിക്കാനായി ചെയ്തു കൂട്ടുന്ന പ്രക്രിയയായി എൻ്റെ ജീവിതത്തിലെ ഭക്താഭ്യാസങ്ങൾ മാറുന്നുണ്ടോ? നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഒരു വിചിന്തനത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രാർത്ഥനയാകട്ടെ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന. ഓ എൻ്റെ തമ്പുരാനെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ജീവിതത്തിൽ നിന്നെ കണ്ടുകൊണ്ട് നടക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഞാൻ ആരെയും ഒന്നിനും വേണ്ടി കാണിക്കാതെ, ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതെ, തമ്പുരാനെ നിന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് നിൻ്റെ സന്നിധിയിലേക്ക് മാത്രം എൻ്റെ പ്രവർത്തനങ്ങൾ ഉയരാനായിട്ട് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.